നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സക്സസ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിതിൻ എസ്ആറാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം SAP റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വന്നപ്പോൾ 17ാമത്തെ റാങ്ക് നേടിയ നിതിൻ എസ്ആറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് അറിയാനുണ്ട്. ഇപ്പം പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പം പുതിയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നിതിൻ പഠിച്ചത്, അതേപോലെ തന്നെ എന്ത് സ്ട്രാറ്റജി ആയിരുന്നു അവിടെ പ്രയോഗിച്ചത്, ഇതൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നിതിനോട് തന്നെ ചോദിക്കാം. നിതിൻ, ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. കാരണം ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരു റാങ്കാണ് ഒരു 20ൽ താഴേക്ക് എത്തുക എന്നുള്ളത്. 17ാമത്തെ റാങ്ക് കിട്ടി. ഈ ഒരു റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇതിന് എന്ത് തോന്നി? സാർ, ആദ്യം സത്യം പറഞ്ഞാൽ ഞാനും ഇത്രയും റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഞാനും എക്സൈറ്റഡ് ആയി. ഒരുപാട് സന്തോഷം. വീട്ടിലൊക്കെ എല്ലാവർക്കും ഹാപ്പിയായി. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. നിതിൻ പ്രിപ്പയർ ചെയ്ത സമയത്ത്, അതായത് ഇപ്പം എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഫിസിക്കൽ പാസ്സാവാതെ കുറേ എക്സാമുകൾ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞൊരു എക്സാമിന് വേണ്ടി കട്ടക്ക് ഫിസിക്കലൊക്കെ ചെയ്ത് ഇപ്പം ഒരു 17ാമത്തെ റാങ്കിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ നിതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഈ റാങ്കിലേക്ക് എത്താനായിട്ട് നിതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നുന്നത് എന്താണ്? ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നത് എൻ്റെ കഷ്ടപ്പാടുകൾ തന്നെയാണ് സാർ. ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നതിൻ്റെ കൂടെയാണ് ഇത് പഠിച്ചുകൊണ്ടിരുന്നത്. ജോലിക്ക് പോകുന്നതിനൊപ്പം തന്നെ പഠിക്കുകയായിരുന്നു. സംഭവം ഞാനിപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ട്, അതായത് നമ്മളിപ്പോൾ നല്ല സമയം അതിനുവേണ്ടി എഫേർട്ട് ഇട്ടാലും ടൈം ഇട്ടാലും നമുക്ക് കിട്ടുന്ന സാലറിയും എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ പ്രായമല്ല, പുള്ളി 10-40 വയസ്സുണ്ട്. അത്രയും കാലം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ട് പുള്ളി ഇപ്പോൾ അവിടെ നിന്ന് വേറെ ഒന്നുമില്ല, പെട്ടെന്ന് പറഞ്ഞു വിടുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്. കാരണം പിന്നെയും പ്രായം കുറഞ്ഞ ഒരു 20-25 വയസ്സിൽ പ്രായമുള്ള നമ്മളെ പോലുള്ളവർ സെയിം ഇതേപോലെ 18,000 അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ 40ാമത്തെ വയസ്സിൽ 25,000 ചോദിക്കുന്ന പുള്ളിയെ അവർക്ക് ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി നേടണമെന്ന് ആഗ്രഹിച്ചാണ് ഇതിലേക്ക് വന്നത്. അതായത് പ്രൈവറ്റ് ജോലിയോടൊപ്പം തന്നെയായിരുന്നു പഠിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഈ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, അവർക്ക് സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പം എന്താ ഈ സമയത്തെ എങ്ങനെയായിരുന്നു? ഒരു ദിവസം പ്രൈവറ്റ് ജോലിക്ക് പോകണം, അതിനുശേഷം പഠിക്കണം, എങ്ങനെയാണ് ഒരു ദിവസം ക്രമീകരിച്ചത്? ഞാൻ രാവിലെ ഒരു 6 മണിക്ക് എണീറ്റിട്ട് ജിമ്മിൽ പോവും. അതിനുശേഷം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വന്ന് നേരെ ജോലിക്ക് പോകുമായിരുന്നു. ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്ന് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയം അപ്പോഴും ഞാൻ പഠിത്തം വിട്ടില്ല. നേരെ വൈകിട്ട് വന്നിട്ടുണ്ടെങ്കിൽ 4:30 ട്രെയിനിങ്ങിന് പോകും. അതിനുശേഷം വീണ്ടും പയ്യന്മാരോടെ ഇരുന്ന് വായിക്കും. രാത്രി 1-2 വീഡിയോസ് ഒരു അരമണിക്കൂറിൻ്റെ ആയാലും ജസ്റ്റ് കണ്ടിട്ട് അതൊരു റൊട്ടീനായിട്ട് തന്നെ ഞാൻ പോയി. പിന്നെ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയം, ഫിസിക്കൽ ഇല്ലാത്ത സമയം വൈകിട്ട് തൊട്ടേ എനിക്ക് സമയമുണ്ട്. പിന്നെ ജോലി ചെയ്യുന്ന അവിടെയും ഇടയ്ക്ക് ഇടവേളകൾ കിട്ടുമ്പോൾ വീഡിയോ ക്ലാസ്സുകൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പണ്ടത്തെ പോലെ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന് ഓഫ്ലൈനായിട്ട് കുത്തിയിരുന്ന് 2-3 മണിക്കൂർ സമയം കളയുന്നതിനേക്കാളും നമ്മൾ ഏത് വിഷയത്തിലാണോ ബാക്കിലുള്ളത്, ഇപ്പോൾ മാത്സിലും ഇംഗ്ലീഷിലും എനിക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ അത് നോക്കുന്നതിന് പകരം GK ആയാലും സാറിന്റെ എക്കണോമിക്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഏതാണോ ബാക്ക് അത് സംഭവം 2x സ്പീഡിലിട്ട് ഒരു മണിക്കൂറിന്റെ ക്ലാസ് അരമണിക്കൂർ കൊണ്ട് അവിടെ കണ്ടു തീരുകയാണ്. ഓൺലൈൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ. തീർച്ചയായിട്ടും. അപ്പൊ അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഒരു ദിവസം എത്ര മണിക്കൂർ ആവറേജ് ഇതിന് പഠിക്കുമായിരുന്നു? ആവറേജ് ഒരു സാർ, ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ഒരു 4 മണിക്കൂർ പഠിക്കുന്നത് ഇവിടെ നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് ആ വായിച്ചതിൻ്റെ തന്നെ നോട്ട്സ് ഏത് ടെക്സ്റ്റിൽ നിന്നായാലും ഒന്ന് കവറപ്പ് ചെയ്ത്, അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിൻ്റെ തന്നെ PDF നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് അത്രയും ക്ലിയർ ആവുകയാണ്. വീഡിയോ കണ്ട് PDF നോട്ട്സ് ഒരു 4 മണിക്കൂറൊക്കെ ഒരു ദിവസം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. സുഖമായിട്ട് സീറ്റ് പോലെയുള്ള ജോലികൾ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു നോട്ടാണ് നിതിൻ പറഞ്ഞത്. കാരണം നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് പഠിക്കാൻ സമയമില്ല, ഒരുപാട് ജോലിയുണ്ട്, ജോലി കഴിഞ്ഞ് വന്ന സമയം എടുക്കണം. സത്യം പറഞ്ഞാൽ നമ്മളൊരു 4 മണിക്കൂർ ആത്മാർത്ഥമായിട്ടൊന്ന് വർക്ക് ചെയ്യാനിരുന്നാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 4 മണിക്കൂറൊക്കെ ഇനഫാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല ഇൻടേക്ക് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഒരു ഗവൺമെന്റ് സർവീസിന് വേണ്ടി പഠിക്കുന്നു എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്യുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഗവൺമെന്റ് സർവീസിന് വേണ്ടി പഠിക്കുന്നു പറഞ്ഞാൽ വീട്ടിൽ എത്രത്തോളം സഹായകമാണ്, അല്ലെങ്കിൽ വീട്ടുകാർ സപ്പോർട്ടായിരുന്നോ, എന്താണ് അതിനെക്കുറിച്ച്? വീട്ടുകാര് സത്യം പറഞ്ഞാൽ
ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിടുന്നു. അവർക്ക് സംഭവം അവരുടെ ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞു, എന്താണ് ഇതിന്റെ പിറകെ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ, ഇതേപോലെ പിന്നീട് ഉണ്ടാകുന്ന ടെൻഷൻ, അവരതിനെപ്പറ്റി ബോധേഡല്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ കാര്യം നോക്കണം. ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സ് തൊട്ടേ കോളേജിൽ അവിടെ BMS ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്ററിംഗ് വർക്കിന് പോയിട്ടുണ്ട്, ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട്, ഇലക്ട്രിക്കൽ പണിക്ക് കൂട്ടുകാരന്മാരോട് പോയിട്ടുണ്ട്, മറ്റേ ഇവന്റ് മാനേജ്മെന്റ് വർക്ക്, അങ്ങനെ ഒരുപാട് പണിക്ക് പോയിട്ടാണ് വീട്ടുകാരോട് പൈസ ചോദിക്കാതെ തന്നെ എൻ്റെതായ കാര്യങ്ങൾ ഞാൻ മൂവ് ഓൺ ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ റോളില്ല. നമ്മളാണ് നമ്മളെ കാര്യം നോക്കേണ്ടതും നമ്മുടേതായ രീതിക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടത്. ഇപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിതിൻ BAMS അതായത് ആയുർവേദ ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ നിരവധിയായിട്ടുള്ള ജോലികൾക്ക് പോകുന്നു എന്നുള്ളതാണ് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതിനോടൊപ്പം അതിനകത്തൊരു കഷ്ടപ്പാടിൻ്റെ കഥ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്ക് മനസ്സിലാവും, ഒരു ജോലിയുടെ കൂട്ടത്തിൽ തന്നെ പഠിക്കുന്നു എന്നുള്ളത് നല്ല കഷ്ടപ്പാടാണ്. അതിനോടൊപ്പം വീണ്ടും പല ജോലികൾ ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടിൻ്റെ ഒരു വില തന്നെയാണ് ഇപ്പം ഇതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രചോദനം തന്നെയാണ്. ഇതിന് മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എന്തൊക്കെ മെറ്റീരിയലുകളാണ് ഈ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്? കാരണം ഇപ്പം CPOയ്ക്ക് ഒരുപാട് BNSഉം BNSSഉം 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി അങ്ങ് മാറുകയാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി മെയിനായിട്ട് എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചത്? അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതിനെന്ത് മെത്തേഡാണ് യൂസ് ചെയ്തത്? സാർ, ഇപ്പോൾ CRPC, IPC അതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഭാഗങ്ങൾ കിട്ടും. സൂപ്പർ നോട്ട്സിൻ്റെ നോട്ട്സ് PDF നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയാൽ ഇപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോരോ ട്യൂഷൻ സെൻ്ററുകാർ അവരവരുടെ ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്ത് ഇറക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എക്സാമിന് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 2-3 ദിവസം മുന്നേ മാത്രമേ ജസ്റ്റ് ക്ലിയർ CRPC, IPC നോക്കിയിട്ടുള്ളൂ. അതായത് BNSഉം BNSSഉം അതിലൊന്നും ഒരു 20-ൽ ഒരു 17-18 സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ നോക്കിയത് ബാക്കിയുള്ള ഇതിൽ നിന്ന് മാത്സ് ഒക്കെയാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എനിക്ക് 30 മാർക്ക് ടോപ്പിക്കാണ് അല്ലേ? അവിടെ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക? മലയാളം എനിക്ക് ഡിഫിക്കൽട്ട് ആണ്. കാരണം ചില ദിവസങ്ങളിൽ 10-ൽ 8-9 മാർക്ക് കിട്ടും, ചില ദിവസങ്ങളിൽ 2-3 ആയിട്ട് അത് കുറയും. അപ്പോൾ അത് പ്രോപ്പറായിട്ടൊരു മലയാളത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത്തവണത്തെ essay ടെസ്റ്റിനും ബാക്കി എല്ലാത്തിനും നല്ലപോലെ സ്കോർ ചെയ്തിട്ട് മലയാളം പോയത് കൊണ്ടാണ് എനിക്ക് അത് പോയത്. അപ്പോൾ മലയാളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇംഗ്ലീഷ്, മാത്സ്, ബാക്കി GKക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേ ഇമ്പോർട്ടൻസ് മലയാളം, ഇംഗ്ലീഷ് നമ്മൾ ഏതാണോ പ്രൊമോട്ട് ചെയ്യുന്നത് അവിടെ കൂടുതലായിട്ട് അത് മനസ്സിലാക്കി ഒരു എക്സാം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഹോൾസ്, ഇപ്പൊ ഏത് സബ്ജക്റ്റ് ആണ് ഹോൾസ് എന്ന് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആവാനായിട്ട് പറ്റും. തീർച്ചയായും. അതേപോലെ തന്നെ ഇപ്പം പഠിച്ചത് കൊണ്ട് മാത്രം ആയില്ല അല്ലേ? ഇപ്പൊ നോർമലി പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ റിവിഷൻ പ്രോപ്പറായിട്ട് നടത്തണം. അപ്പൊ റിവിഷൻ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? സാർ, ഞാൻ സംഭവം ഡെയിലി ഞാൻ പറഞ്ഞല്ലോ ഒരു 4 വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ജസ്റ്റ് നോട്ട്സും ഒന്ന് വായിച്ച് വിടും. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് പ്രോപ്പറായിട്ട്, അതായത് 3 തവണ ഈ ഒരാഴ്ച പഠിച്ചത് റിവൈസ് ചെയ്യും. അതായത് ഒരാഴ്ചയിൽ 3 തവണ ഈ പഠിച്ച കാര്യം തന്നെ നമ്മൾ റിവൈസ് ചെയ്യും. ജസ്റ്റ് ഒരു 3 തവണ നമ്മൾ പഠിച്ച സാധനം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുറെ കാലത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തേക്ക് നോക്കേണ്ട കാര്യം വരത്തില്ല. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റിവിഷൻ എന്ന് പറയുന്നത് മസ്റ്റാണ്. ഒരു എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ ചുമ്മാണ്ട് പഠിച്ചു, നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട് 3 വർഷം പഠിച്ചു എന്നിട്ട് കിട്ടിയില്ല, 4 വർഷം പഠിച്ചു കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, റിവിഷൻ ചെയ്യുന്നില്ല. അതായത് എക്സാം ഹോളിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കണ്ട ഒരു ഓർമ്മ ആണ്, പക്ഷെ അതിൽ നിന്ന് കറക്റ്റ് ഉത്തരത്തിലോട്ട് എത്തണമെങ്കിൽ ആ ഒരു റിവൈസ് ചെയ്ത ഒരു മെമ്മറി പവർ വേണം. അപ്പൊ റിവിഷൻ പ്രോപ്പറാണ്. കൃത്യമായിട്ട് നിങ്ങൾ എത്ര പഠിച്ചാലും അതിനോടൊപ്പം തന്നെ റിവിഷൻ കൂടി കൊണ്ടുപോകണമെന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ അതേപോലെ തന്നെ ഇതിന് സുഹൃത്തുക്കളുമായിട്ടുള്ള കമ്പൈൻ സ്റ്റഡിയോ അല്ലെങ്കിൽ സുഹൃത്ത് വലയങ്ങളോ ആ പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അഫ്കോഴ്സ് ഉണ്ടായിട്ടുണ്ട് സാർ. ഞാൻ ഈ കോളേജ് കഴിഞ്ഞ് നാട്ടിൽ പോയി അപ്പോഴാണ് PSC പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. അതായത് എന്റെ നാട്ടിലുള്ള പയ്യന്മാരെല്ലാം ഓൾറെഡി കയറി ജോലിക്ക് കയറി. ആൻഡോ സുജിത്ത് ഇപ്പോൾ 3rd റാങ്ക് കിട്ടിയ 2 വർഷം മുന്നേ അവനാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത്. കൊണ്ടുവന്ന സംഭവം അവന്റെ കൂടെ ഇരുന്ന് അവൻ സ്പെഷ്യലായിട്ട് എടുത്ത് വായിക്കണ കുറെ ടോപ്പിക്കുകളുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് സംഭവം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരണം. അപ്പോൾ അവിടെ നിന്ന് പിന്നെ കിട്ടി എങ്ങനെയാണ് PSC പഠിക്കേണ്ടതെന്നുള്ള ഒരു നേക്ക് മനസ്സിലാക്കിയതിന് ശേഷം ഏകദേശം 1 വർഷത്തോളം ഞാൻ അവരോടൊപ്പം കമ്പൈൻ സ്റ്റഡി. പിന്നെ എനിക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ട്, അതായത് അതിൽ നിന്നൊക്കെ കൂടാതെ ഡിഗ്രി ലെവലൊക്കെ കൂടെ വേണമെന്ന് ഉള്ള ആവശ്യം എത്തിയപ്പോൾ
കുറച്ചും കൂടെ പഠിക്കാനായിട്ട് ഞാൻ പിന്നെ സ്വയമേ മാറിയതാണ്. അതുവരെ ആദ്യത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഇത് ഇനി കമ്പൈൻഡ് സ്റ്റഡി വഴി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ കമ്പൈൻഡ് സ്റ്റഡി നല്ലതാണ്. ഒരു നല്ല സുഹൃത്ത് വലയം പഠനവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പഠനത്തെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യും. തുടക്കത്തില് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ, കാരണം നമ്മൾ പഠിക്കുന്നതെല്ലാം പെട്ടെന്ന് മറക്കും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു തരം നെഗറ്റീവ് അടിക്കും, മതിയാക്കി പോകാൻ തോന്നും. തീർച്ചയായും നല്ല കൂട്ടുകെട്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൂട്ടുകെട്ടുകൾ സെലക്ട് ചെയ്യുന്നതിലും ഒരു കാര്യമുണ്ട്. അവസാനം അത് വള്ളിയായി പിന്നെ പഠനത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. ചിലവരുണ്ട് സംഭവം വന്നിരുന്നിട്ട് വെറുതെ ആ ഒരു സമയം മറ്റവരെ ഒരു കാരണവശാലും കിട്ടരുതെന്നും പറഞ്ഞുകൊണ്ടൊക്കെ അല്ലേ ഇടപെടുന്ന കൂട്ടുകാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തി അവരുടെ കൂടെ കമ്പൈൻ സ്റ്റഡി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ബെറ്റർ ആണ്. പ്രത്യേകിച്ച് ഒരാൾ നമ്മളെ കറക്റ്റ് ആയിട്ട് നേതൃത്വം നൽകി ചോദ്യങ്ങൾ ചോദിച്ച്, അതായത് ഒരു പേടിപ്പിച്ചിരുത്തണ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആദ്യത്തെ കുറെ കാലം അത് വേണം. അതായത് അവിടെ വെച്ച് സുഹൃത്ത് ബന്ധം മുറിയും എന്നുള്ള ആ ഒരു മൈൻഡുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ, അതായത് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ അവിടെ ബന്ധം മുറിയും എന്നുള്ള ഈ ഒരു ചിലപ്പോ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ചിലപ്പം നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം, യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം. അപ്പൊ അതിനുള്ള ധൈര്യം കാണിച്ചാലേ ചില കാര്യങ്ങൾ ശരി. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഒരു പഠനം ഇങ്ങനെ സീരിയസ് ആയിട്ട് വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയാസ് നമ്മൾ വല്ലാണ്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ പഠനത്തിൽ നിന്ന് ഡിസ്ട്രാക്ട് ആയിട്ട് ഇതിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട്, കാരണം ഡിസ്ട്രാക്ഷൻസ് എന്തായാലും ഉണ്ടാവും. ഇപ്പം കുറേ പഠിച്ചു വരുമ്പോഴത്തേക്ക് വല്ലാത്ത തളർച്ച ഫീൽ ചെയ്യാം, കോപ്പം അടുത്തിട്ട് ഇട്ടേച്ച് പോകാതെ തോന്നിയേക്കാം, അങ്ങനെയൊക്കെ തോന്നിയേക്കല്ലേ. അങ്ങനെ തോന്നുന്ന സമയങ്ങളിൽ അതിനെ മറികടക്കാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ഓവറായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളല്ല മെയിനായിട്ട്. കാരണം ജോലിയുണ്ട്, പിന്നെ പഠിക്കണം, പിന്നെ വൈകിട്ട് ഷട്ടിൽ കളിക്കാൻ പോകും, അങ്ങനത്തെയൊക്കെ തന്നെ പരിപാടികളൊക്കെ ചെയ്യും. പിന്നെ രാത്രി വന്ന് വെറുതെ ഇൻസ്റ്റഗ്രാം കിടക്കണതിന് മുന്നേ ഒരു 5-10 മിനിറ്റ് മുന്നേ. പിന്നെ ഇങ്ങനെ ഇൻവോൾവ് ആവുന്നവർക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. അതായത് അവിടെ ഞാൻ ഈ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചത് ഇത് തന്നെയാണ്. അതായത് നമ്മുടെ മനസ്സിൽ പഠനം ഇങ്ങനെ കയറി കിടന്നാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി സമയം കിട്ടത്തില്ല. നമുക്ക് ഉള്ള സമയം പോലും ഒരു പെട്ടെന്ന് പോകണം. ഓരോ ദിവസവും ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ദിവസങ്ങൾ കഴിയുന്നു, ടെൻഷനാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു പഠനം സീരിയസ് ആണെങ്കിൽ പിന്നെ കളയാൻ സമയം നമ്മുടെ കാണത്തില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ സമയം കണ്ടെത്തും. അതിനുവേണ്ടി ഇരിക്കാനായിട്ട് നമുക്കൊരു പ്രേരണ കിട്ടും. 5 മിനിറ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ തന്നെ ഇത്രയും സമയം കളയുന്നു, ആ ഒരു ചിന്ത, ടെൻഷൻ, ഞാൻ എന്റെ ജീവിതം നശിപ്പിക്കുകയാണെന്നുള്ള ചിന്ത അത് സ്വാഭാവികമായിട്ടും വരും. അപ്പൊ അത്രയും സമയം കൂടെ വേറെ എന്തെങ്കിലും വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. തീർച്ചയായും എനിക്ക് ഈ പഠനം വന്നപ്പോൾ ഞാൻ എൻ്റെ പഠന സമയം ഒന്ന് ആലോചിച്ചു. ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ സമയം ഒരു 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് കുറേയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത ഒരു അമർഷം തോന്നും. ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്, ഇങ്ങനെ പഠിച്ചിട്ട് വല്ല ഗുണമുണ്ടോ, ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നും. അപ്പം ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നൊന്ന് നടക്കും, എന്നിട്ടൊന്ന് പുറത്തു പോയിട്ട് നടന്ന് ഒരു റൗണ്ട് നടന്ന് ക്ഷീണിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഓക്കെ, ഒരു കുളിയും കഴിഞ്ഞാൽ വീണ്ടും ഇരുന്ന സെറ്റാണ്. നമ്മളൊന്ന് മനസ്സിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തുക. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമാണ്, ഉണ്ടാവുന്നതാണ്, നോർമലാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയാസ് ഒന്നും പൂർണ്ണമായിട്ട് മാറ്റി വെച്ചുകൊണ്ടൊന്നും പഠിക്കണമെന്നുള്ളതല്ല, പകരം എല്ലാത്തിനും ആവശ്യമായ സമയം എല്ലാം മിനിമമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം നമ്മളിപ്പോൾ TV കാണാത്തവരാണ്, പത്രം വായിക്കാത്തവരാണ്. സോഷ്യൽ മീഡിയാസ് വഴി ഒരുപാട് ന്യൂസ് നമുക്ക് കിട്ടണുണ്ട്. ഇപ്പോൾ ഈ സൂപ്പർ നോട്ട്സിന്റെ ഇത് തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് വഴിയൊക്കെയാണ്, അതായത് ക്ലാസ്സുകൾ കേട്ട് അപ്പോൾ അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അതായത് ഇപ്പം നല്ലൊരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് മാത്രമേ PSCയിൽ നല്ല റാങ്ക് നേടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല എന്താണ് പഠിച്ച് 10A+, 10ാം ക്ലാസ്സിൽ 6A+, +2 നേടിയവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നൊരു മിത്ത് എവിടെയൊക്കെയോ കിടപ്പുണ്ട്, അല്ലെ ആളുകളുടെ മനസ്സിലുണ്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഇതിന്റെ എക്സ്പീരിയൻസ്? സാർ, അത് ഞാനല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ +2 ഫെയിൽഡാണ്. സേ എഴുതിയാണ് അവൻ പാസ്സായത്. അവൻ ഇംഗ്ലീഷ് നേരെ കൂട്ടി എഴുതാനോ വായിക്കാനോ ഒന്നും അറിയത്തില്ലായിരുന്നു, മാത്സ് ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മളൊപ്പം കമ്പൈൻ സ്റ്റഡിക്ക് ഇരുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബേസ് തൊട്ടേ ഞാൻ പറയില്ലേ 3rd റാങ്ക് കിട്ടിയ SAP, അവന് നല്ലവണ്ണം പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ അവനെ മേക്കപ്പ് ചെയ്ത് ഇപ്പോൾ കേരള പോലീസ് ഡ്രൈവർ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല, നമ്മൾ എങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി സമയമിടുന്നു, ഇറങ്ങുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. എന്നെ അതേ സ്ഥിതിയിൽ എന്നോടൊപ്പം പഠിച്ചു വന്ന ആ സമയമേ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പയ്യന്മാരുണ്ട്. അവരൊക്കെ ഇപ്പോഴും മടി കാരണം ഇതെന്തോ വലിയ ബാലികേറാ മലയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ലക്ഷ്യബോധം അവിടെ എത്തണം. അതായത് നമ്മളെ വീട്ടുകാരെ പോലെ ആവരുത്.
ഇപ്പോഴത്തെ ചൂടറിയാം. ഇവിടെ നിന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണിയെടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടറിയാം. അത് മനസ്സിലാക്കി ഒരുത്തൻ ഇതിനേക്കാൾ സുഖം മറ്റതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ഉറപ്പായിട്ടും പഠിക്കും, നേടുകയും ചെയ്യും. തീർച്ചയായിട്ടും അതാണ് ആ ഒരു നിശ്ചയദാർഢ്യം സംസാരത്തിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിന് അതേപോലെ തന്നെ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതിന് എത്രത്തോളം ഇൻടേക്കുകൾ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റാങ്ക്, അതായത് 17 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട റാങ്ക്, ആ റാങ്കിലേക്ക് എത്താൻ സൂപ്പർ നോട്ട്സ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? 14 ഒരു സ്റ്റഡി പ്ലാൻ, അത് സൂപ്പർ നോട്ട്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത് ഫോളോ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ആ സ്റ്റഡി പ്ലാൻ എന്നെ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ്, കറണ്ട് അഫയേഴ്സിന്റെ കാർത്തിക മിസ്സിന്റെ ക്ലാസ്സുകൾ, പിന്നെ നിങ്ങളെ PDF നോട്ട്സ് എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഇത് തന്നെയാണ് നമ്മളും ട്രൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപാട് ടെലഗ്രാം ചാനൽ യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ സൂപ്പർ നോട്ട്സും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. കുറേ അധികം ആളുകൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് നേരിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ഇതേപോലെയുള്ള സക്സസ് സ്റ്റോറീസ് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഒരു എഫോർട്ട് ഇട്ടു, ആ എഫോർട്ടിനൊരു ഫലം കിട്ടുന്നുണ്ട്, ആ ഫലം മറ്റുള്ളവരുടെ മനസ്സിന് ഒരു പുഞ്ചിരി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് സൂപ്പർ നോട്ട്സിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ശരി, അതേപോലെ തന്നെ ഇപ്പം CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട്. ഇപ്പോൾ സൂപ്പർ നോട്ട്സിൽ ഒരുപാട് പേര് നമ്മുടെ ബാച്ചിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇനി മുന്നോട്ട് സ്വന്തമായിട്ടൊക്കെ പഠിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും. എന്താണ് നിതിൻ അവരോട് പറയാറുള്ളത്? അതായത് നിതിൻ്റെ ഒരു അനുഭവത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്, ഇതിനൊന്ന് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് അത്ര വലിയ പാടുള്ള കാര്യമല്ല എന്ന് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ട്, അതായത് ഒരു റൊട്ടീൻ, ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ അത് പിന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പിന്നെ അവസാനിപ്പിക്കുന്നത് വരെ അതൊരു റൊട്ടീനായിട്ട് മാറുകയാണ്. ഒരു ദിവസം 4-5 മണിക്കൂർ വീഡിയോ ക്ലാസ് കാണുകയും അതേപോലെ അതിൻ്റെ നോട്ട്സ് കേൾക്കുകയും ഒപ്പം അതോടൊപ്പം ഈ പഠിക്കുന്ന സാധനം റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ചിലവർക്ക് CRPC, BNSS അതൊക്കെ കുറേ കാലമായിട്ട് വായിച്ചാലേ ചിലവർക്ക് അത് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ളവർ ഒരു ദിവസം നിങ്ങളിപ്പോൾ 4 മണിക്കൂർ മറ്റേതിന് വേണ്ടി മെനക്കെടുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ച് ജസ്റ്റ് ആ ഒരു പോർഷൻ കൂടെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് നല്ല സമയമുണ്ട്, നല്ല രീതിയിൽ പഠിക്കുന്നവരാണെങ്കിൽ ഒരു 7-8 മണിക്കൂർ ബാക്കിയുള്ള ഇതിന് 1 മണിക്കൂർ മാത്സിനും ഇംഗ്ലീഷിനും കൊടുക്കുക, 1 മണിക്കൂർ മലയാളത്തിന് കൊടുക്കുക, പിന്നെ ഒരു അരമണിക്കൂർ സ്പെഷ്യൽ ടോപ്പിക്കും നോക്കിയാൽ മതി. സുഖമായിട്ട് അടുത്ത റാങ്ക് ലിസ്റ്റിൽ കയറാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അത് തന്നെയാണ് ആ ഒരു കാര്യം. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാം. അതായത് ഇതിൻ ഈ പ്രിപ്പറേഷൻ ടൈമിൽ എന്തെങ്കിലും ഒരു സീക്രട്ട്, ഇതിൻ്റെതായിട്ട് എന്നുള്ളൊരു സീക്രട്ട്, പഠനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്നത് ചെയ്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് റാങ്കിലേക്ക് എത്താൻ പറ്റിയത് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരിക്കലും, പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. അതായത് ബന്ധുക്കളുടെ മുന്നിൽ നീ ഇത്രയും BAMS അല്ലെങ്കിൽ ഡോക്ടറായിട്ട് ഇതിന് പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ചെവി കൊടുക്കാതെ ഞാൻ എൻ്റെ രീതിയിൽ എനിക്കൊരു ലക്ഷ്യബോധമുണ്ട്, ഒരു ഡിഗ്രി ലെവലിൽ ജോലി. അപ്പോൾ അത് എപ്പോഴായാലും നേടണം. അതിപ്പോൾ 30ാമത്തെ വയസ്സിലായാലും ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പറ്റും. അതുവരെ ഞാൻ ട്രൈ ചെയ്യും, അതുവരെ അത് ഞാൻ നേടും. അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ ഇപ്പോൾ CPO നിർത്തത്തില്ല. എനിക്കിഷ്ടം ഒരു SI ആവാനാണ്. അത് നാട്ടുകാരെന്ത് പറയുന്നു, ബന്ധുക്കൾ എന്ത് പറയുന്നു. ഇതിപ്പോ CPO ആയിട്ട് ഞാൻ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ബന്ധുക്കൾ ഒരുപാട് പേര് കുറ്റം പറയുന്നവർ കാണും. അവരാരും ഞാൻ ഈ കഷ്ടപ്പെട്ട സമയം അല്ലെങ്കിൽ ഞാൻ ഈ കുറഞ്ഞ സാലറിയിൽ ജോലി ചെയ്ത സമയം ഞാൻ അനുഭവിച്ച മനോവിഷമങ്ങളോ ഒന്നും അവർ കണ്ടിട്ടില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബേസ് ഇപ്പോൾ ഈ CPO വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബേസിൽ നിന്നുകൊണ്ട് മുന്നോട്ട് കയറാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ആ ഒരിക്കലും വിട്ടുകൊടുക്കാത്ത നമ്മുടെ മനോഭാവം, അതാണ് എനിക്ക് എന്നെ. തീർച്ചയായിട്ടും ഇതിൻ്റെ വാക്കുകളിൽ അത് നിറഞ്ഞു നിൽപ്പുണ്ട്. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു തീ നിൽപ്പുണ്ട്. മനസ്സിൽ ഒരുപാട് വേദനകളിൽ നിന്നും അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും മെനഞ്ഞുണ്ടാക്കിയ ഒരു കൊട്ടാരമാണ് ഇന്ന് ഇതിന് കിട്ടിയ ഈ 17ാം റാങ്ക് എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ മുന്നോട്ട് ഒരു ഡിഗ്രി ലെവൽ ആഗ്രഹം പോലെ തന്നെ ഒരു ഡിഗ്രി ലെവൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് തന്നെ നേടാനായിട്ട് ഇതിന് പറ്റട്ടെ. അതിനുള്ള ആ ഒരു വാശി ഇതിനുണ്ട്. കാരണം ഒരു പ്രൈവറ്റ് ജോലിയോടൊപ്പം തന്നെയാണ് ഇത് നേടിയെടുക്കുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലും ഇതിന് അത് ഒപ്പിച്ചെടുക്കാൻ പറ്റും, അല്ലെ ഒപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല, നേടിയെടുക്കാനായിട്ട് പറ്റും.
അതിനൊരു സംശയമില്ല. അപ്പം പൂർണ്ണമായിട്ടുള്ള ആശംസകൾ സൂപ്പർ നോട്ട്സിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് നേരുകയാണ്. അതിനോടൊപ്പം കൺഗ്രാറ്റ്സ് പറയുന്നു. ഒപ്പം മുന്നോട്ട് ഇതിൽ അവസാനിപ്പിക്കാതെ ഈ പ്രയാണം തുടരാനായിട്ടുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. ഇതിന് പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉറഞ്ഞു തുള്ളുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് എന്ത് അപമാനം ഉണ്ടായാലും എന്ത് പരിഹാസം ഉണ്ടായാലും നമ്മുടെ മനസ്സ് മാത്രം മതി. ആ മനസ്സിനെ വിശ്വസിച്ചോ, നിങ്ങൾ മുന്നോട്ട് പോക്കോ, നിങ്ങൾക്കും വിജയിക്കാൻ കഴിയും ഇതിനെ പോലെ. താങ്ക് യു സോ മച്ച്. മറ്റൊരു സെഷനിൽ കാണാം.